അമ്പൂട്ടി എന്ത് ഗൈസ്, ഇന്ന് രാവിലെ തൊട്ടുള്ള ദിവസം ഫുള്ള് മൃദുലയുടെ പീരീഡ്സ് കൊണ്ടുപോയി കേട്ടോ. ഇന്ന് രാവിലെ തുടങ്ങിയ വൈദ്യവേദനയാ. ഇന്ന് അല്ലാത്ത ദിവസം അമ്പൂട്ടനെ ഒരു കുരുത്തക്കേടും കാണത്തില്ല. എനിക്ക് പീരീഡ്സ് ആവുന്ന ദിവസം എന്റെ പൊന്നു അവളെ മണ്ടേ കേറിയിരുന്ന് കുത്തി മറിയുമായിരുന്നു. വയറ്റത്ത് കേറിയിരുന്ന് ഡാൻസ് കളി, ഇതൊക്കെ പരിപാടി. എന്തുവാടാ നീ ഇങ്ങനെ കുരുത്തക്കേട് കാണിക്കാൻ പോടാ നീ? ആ സോപ്പിടൊന്നും വേണ്ട. അമ്പൂട്ടൊരു പല്ല് വന്നു കേട്ടോ. ഇപ്പുറത്ത് ഇതിന്റെ അടുത്ത് വേറൊരു പല്ല് വന്ന്. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഈ പീരീഡ്സിന്റെ വേദന അറിയാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് നമ്മൾ ബോയ്സിന് ഗൈസ്. അപ്പോ നമ്മൾ ഇന്ന് കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങുവാണ്. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഷോപ്പിംഗ് ചെയ്യാണോ? കാരണം നമുക്ക് നാളെ ഒരു കല്യാണം ഉണ്ട് പെരുമ്പാവൂര്. അപ്പൊ ഇന്നൊക്കെ നൈറ്റ് തന്നെ, ആക്ച്വലി കല്യാണം ഇന്നായിരുന്നു, നാളെ നമുക്ക് റിസപ്ഷൻ ആണ്. അപ്പോൾ ഇന്ന് നൈറ്റ് തന്നെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. ഏതാണ്ട് 5-6 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ, ഡ്രസ്സ് മെയിനായിട്ട് വാങ്ങാനുണ്ട്. അല്ലേ അമ്പൂട്ടി? നിനക്ക് ഡ്രസ്സില്ല കേട്ടോ ഇന്ന്. പിന്നെ നമ്മളെ റൂമിൽ ഒരു പ്രകാശം നിങ്ങൾ കണ്ടോ? ഇത് കണ്ടോ? നമ്മുടെ റൂമിലെ ലൈറ്റ് ഒക്കെ ഒന്ന് മാറ്റി കേട്ടോ. ഇവിടെ ഫുള്ള് നമ്മൾ യെല്ലോ ലൈറ്റ് ആയിരുന്നു, വാമായിരുന്നു ഫുള്ള്. അപ്പൊ നമ്മൾ വാമാകുമ്പോ മുഖത്ത് ഒരുമാതിരി ഒരു രസമില്ല വാമ. നമ്മൾ എപ്പോഴും ഇട്ടോണ്ടിരിക്കുമ്പോൾ നമുക്കൊരു തലവേദന എടുക്കും. ഒരു ചുമന്ന വെട്ടമായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഹാളിലെയൊക്കെ അങ്ങ് എന്തായി, നമ്മൾ കൂളാക്കി. ഇതുണ്ട്, ഇതെല്ലാം കൂളാ. സ്ട്രിപ്പ് ലൈറ്റ് ഫുള്ള് കൂളാക്കി. ഇപ്പൊ റൂമിന്റെ അകത്താണ് ഒരു ബ്രൈറ്റ്നസ്. ഇവിടെ മാത്രമല്ല നമ്മൾ മാറിയത്, നമ്മൾ അതേ കണക്ക് നമ്മളെ ഹാളില് ഇത് കൂളാണ് കേട്ടോ. സോറി, ഇത് വാമാണ്. ഇതേ ഇവിടെ മെയിൻ സ്ട്രിപ്പ് ലൈറ്റ് ഇത് ഫുള്ള് നമ്മൾ കൂളാക്കി കേട്ടോ. അതേപോലെ ഇവിടുത്തെ ഫുൾ യൂണിറ്റ് നമ്മൾ മാറ്റി. ഇതേ കണ്ടോ, ഫുള്ളും മാറ്റി കേട്ടോ. സെറ്റായില്ലേ ഗൈസ്? ഇടയ്ക്ക് നമ്മൾ വാം വെച്ചിട്ടുണ്ട്, അതൊരു രസത്തിന്. ഫുള്ളങ്ങ് വൈറ്റ് ആയ ഒരു രസം കാണത്തില്ല. മെയിൻ ലൈറ്റുകളെല്ലാം നമ്മൾ കൂളാക്കി കേട്ടോ. ഇവിടത്തെയും എല്ലാം കൂളാണ്. സോ അടിപൊളിയായില്ലേ ഗൈസ്? ഇപ്പം സെറ്റായി. പിന്നെ നമ്മൾ ഇവിടുത്തെ ഫാൻ അടിച്ചു പോയായിരുന്നു. ഫാനിന്റെ നടുക്ക് ചെറിയൊരു റിംഗ് ലൈറ്റ് ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് നമ്മളെ റൂം? ഹാളൊക്കെ അടിപൊളിയായില്ലേ? അമ്പൂട്ടൻ എവിടെ ഉണ്ട്? കളിപ്പോട്ടെല്ലാം അവിടെ ഉണ്ട്. ഇതിലെ ഇറങ്ങാം. ഡ്രസ്സും കൂടി വാങ്ങുന്നതോടെ ആ വൈറ്റനൊക്കെ മാറും. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഷോപ്പിങ്ങിന് കൊണ്ടുവന്നു. ഷോപ്പിങ്ങിന് പോകുന്നതിന്റെ വൈറ്റനൊക്കെ പമ്പ് അടക്കും. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഇരുന്നിട്ടേ പുറത്തൊക്കെ പോകുമ്പോ മാറിക്കോളും. വേറെന്തെങ്കിലും എൻഗേജ്ഡ് ആയിട്ട് ശരി ശരിയാ. എവനീ ഡ്രസ് അല്ലേ? ചവിട്ട് നടക്കോ? എടി ഇങ്ങനെയാണ് ചവിട്ട്. അയ്യോ, സ്വിച്ച് ഇട്ടാണ് കുറങ്ങും. പോവാൻ കൈസ്. പൂവിന്റെ കൈ നേടി ഒരു സാധനം അവ എടുത്തു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് പിന്നെ വാങ്ങാൻ പോയി അതെടുത്ത് എറിയും. ഇപ്പൊ നീ നോക്കിയോ, ഇപ്പൊ അവന്റെ എന്റെ ട്രൈപോഡിന്റെ മറ്റേ ബ്ലൂടൂത്ത് സെൽഫി സ്റ്റിക്കർ പോകുന്നു. സെൽഫി സ്റ്റിക്കർ എന്നെ മാറ്റി. അവനെ പിടി എന്നാലേ അറിയൂ. മാക്സിമം അവൻ രക്ഷപ്പെടാൻ നോക്കും. പിടിച്ചു എന്റെ സാധനം ഓടുന്ന കുണ്ണുകൂട. അവനെ പിടി, അവനെ പിടി. അപ്പുറത്തെ കൈപ്പിടി, അപ്പുറത്തെ കൈപ്പിടി. ഇപ്പൊ ഇപ്പുറത്തെ കൈ വെച്ച് എറിയ നോക്കി, എറിയാൻ നോക്കി. കഷ്ടം, മുഖം നോക്കി. ആദ്യം ഓടി ക്യൂട്ടായിരുന്നു, രണ്ടാമത് ഓടിയത് പോടാ. ഇതെനിക്ക് വേണ്ട സാധനമാ. നമ്മളെ ഏതോ വീഡിയോ പറഞ്ഞു നമ്മളെ കുഞ്ഞൊന്നും വാല്യൂ വെച്ചിടത്തില്ലെന്ന്. അല്ല ഇന്ന് പോവാം. ഉഷാർക്കാൻ മുണ്ടിരിങ്ങ. വയറ്. സോറി. ഓ എടാ, മുഖം വെട്ടക്കാരന്റെ മുഖം കാണുന്നില്ല. ചുമ്മാ ഇറാൻ പോ.
കേറാ വണ്ടി കേറാ. അപ്പൊ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇവൻ ഇറങ്ങി ഗൈസ്. കുരിപ്പ് എടാ ഇതിന്റെ മുഖം കാണുന്നില്ല അമ്പോ. ഞാൻ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യല്ല. അപ്പൊ നീ എന്തോ ചെയ്യും? ഞാൻ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവാ. ആ ഓഫ് ചെയ്തു. എടാ ഇനി വാമ്പോ, ഇവിടെ വാമ്പോ അല്ലേ. അങ്ങോട്ട് നോക്ക്, നല്ല തട്ടുകടയുടെ വാസന വരുത്. വീട്ടിൽ നല്ല ചോറ്, പരിപ്പ് കറി, ചിക്കൻ ഫ്രൈ, പപ്പടം, വെണ്ടയ്ക്ക തോരൻ എല്ലാം. എത്ര നാളല്ലേ നല്ലൊരു തട്ടുകട എന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട്. അങ്ങ് സിറ്റിയിൽ പോണം, അവിടെ നല്ലത്. കഴക്കൂട്ട ഭാഗത്ത് തട്ടുകടകൾ കുറവാ. അങ്ങ് സിറ്റിയിൽ പോയ നല്ല അടിപൊളി രസവടയും പപ്പടവും. ഡ്രസ് എടുക്കാം, അത് കഴിഞ്ഞിട്ട് ഫുഡ് 24 മണിക്കൂർ ഫുഡ്. ഈ നല്ല ഡ്രസ് സെലക്ട് ചെയ്താ, അടിപൊളി ഡ്രസ്സുകൾ സെലക്ട് ചെയ്താ. അമ്പൂനെ ഇറക്കി വിട്. ഇറക്കി വിടേണ്ട ആവശ്യമില്ല, അതാ ഇറങ്ങി. ഞാൻ അമ്പൂട്ടിനെ ഒളിച്ച് കളിക്കുക. നിങ്ങള് ഷോപ്പ് ഇനി ഷോപ്പ് അമ്പു അമ്പു കണ്ടേ കണ്ടേ കണ്ടേ. നമ്മള് ബെസ്റ്റ് കളി എലിയ പോയത്. എനിക്ക് സെലക്ട് ചെയ്താ പോ, നമ്മള് സാട്ട് കളിക്കുക. കടയിൽ ഇറക്കി വിടുന്നില്ലേ അമ്പു? കണ്ടേ കണ്ടേ. തേട്ടിച്ചു കൊടുക്കും. കൊള്ളാമോ? കൊള്ളാം, അടിപൊളി. ഷർട്ട് അടിപൊളി. പക്ഷെ ഷർട്ട് കണ്ണാടി പോലെ അല്ല. പക്ഷെ കൊള്ളാം, അങ്ങനെ അത്ര വലിയൊക്കെ കാണാതൊന്നുമില്ല. ഒന്ന് വരണേ. തുണി സെലക്ട് ചെയ്യണോ? ഇതൊന്ന് ട്രൈ നോക്കി. ഇത് മൃദുല അമ്പൂനെ കൊണ്ട് ട്രയൽ റൂമിൽ പോയിരിക്കുന്നത്. ഇല്ലാണ്ട് നടക്കത്തില്ല കേട്ടോ. അവൻ മഹാ അളുമ്പ അലപ്പൊന്നും കേക്കാകത്ത്. നമ്മൾ അവിടുന്ന് രണ്ടാമത്തെ കട വന്നതാ. അടിപൊളി. അടി അടി ഗൈസ്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. വൈദ്യനൊക്കെ മാറിയോ? ഇപ്പൊ മാറി. പുതിയ ചെരുപ്പൊക്കെ വാങ്ങിച്ചേട്ടോ. മൃദുല ഒരു ചെരുപ്പ് വാങ്ങിച്ച 1 വർഷം ഉപയോഗിക്കും. അത് പൊട്ടുന്നില്ല, അത് പന്നലായിട്ട് വേണം കളയാൻ. എനിക്ക് എവിടെയെങ്കിലും പോകേണ്ട ദിവസങ്ങളുണ്ടല്ലോ, എനിക്ക് നല്ല ഉറക്കം വരും. അല്ലെങ്കിൽ സമയത്തൊന്നും ഉറക്കത്തില്ല. ഇന്ന് നൈറ്റ് ഇനി നമുക്ക് പെരുമ്പാവൂർ ഓടിയെത്താനുള്ളയാ. ഇനി ഇപ്പൊ ഉറക്കം വരുന്നു. വണ്ടിയിൽ എന്തായാലും വണ്ടി നമുക്ക് കുത്തിയിടണം. ഞാൻ അപ്പം കിടന്ന് ഉറങ്ങാം. കാരണം നമ്മള് ചാർജ്, വീട്ടിലെ ചാർജർ ഓക്കെയാണ്. പക്ഷെ നമ്മള് ഒരു ഫീസ് കംപ്ലൈന്റ് ആണ്. മൊത്തം 3 നമ്മളല്ലല്ലോ വയറിങ് ചെയ്തതില് ഫീസ്. അത് ഫീസിന്റെ മെയിൻ ആണ്, വേറെ ഒന്നുമില്ലടാ. ഓവർലോഡ്. നമ്മളെ കാറ് കുത്തിയിടുമ്പം ആ ഫീസിൽ താങ്ങുന്നില്ല. അപ്പം പുതിയ ഫീസ് വാങ്ങിച്ചു വെക്കണം. അപ്പം കാറ് കുത്തിയിടുന്ന ആ ഒരു ഫീസ് അത് കംപ്ലൈന്റ് ആയതുകൊണ്ട് അതിന് ഇലക്ട്രീഷ്യൻ ഇനി വന്ന് സാധനമൊക്കെ വാങ്ങണം. അതുകൊണ്ട് കാറ് കുത്തിയിട്ടില്ല. പോകുന്ന വഴിക്ക് കാറ് കുത്തിയിടണം. ഇതെന്തോ ഡാൻസറേ? കയ്യിൽ എപ്പോഴും എന്തെങ്കിലും കാണൂല്ലേ? എടി അങ്ങനെ ഒരുപാട് ദിവസത്തെ പാക്കിംഗ് ഒന്നും ഇല്ല നമുക്ക്. എനിക്ക് പ്ലാൻ ചെയ്ത് അമ്പൂട്ടന്റെ മുട്ട അടിക്കുന്നതായിരുന്നു ഞാൻ പറയുന്നില്ല. എന്നാലും നമുക്ക് പോയിട്ടൊക്കെ വരണമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ ഈ 3-ാം തീയതി നമുക്ക് ഇലക്ട്രീഷ്യന്റെ പണി നടക്കുക. ഇലക്ട്രിക്കൽ പണിയുണ്ട് കുറച്ച്. പിന്നെ ഡീപ്പ് ക്ലീനിങ് കുറച്ച് പരിപാടികളുണ്ട്. അതിന്റെയൊക്കെ 3-ാം തീയതി 4-ാം തീയതി ഒക്കെ ഡേറ്റ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് നമ്മൾ ആൾറെഡി പറഞ്ഞു വെച്ചതുകൊണ്ട് ഇവക്ക് പിന്നെ വൈറ്റ് പിന്നെ ഓക്കെ. അതുകൊണ്ട് പിന്നെ എന്തായാലും നാളെ ഒന്നും വേണ്ട. പാക്ക് ചെയ്ത് കഴിഞ്ഞാ. അപ്പൊ അതുകൊണ്ട് വേറെ അങ്ങുമില്ല. കല്യാണം കഴിയാൻ നേരെ വീട്ടിൽ വരിക. അതാണ് പരിപാടി. 50-50 ഡ്രൈവ് ചെയ്ത് പോവാം. വയ്യ കേട്ടോ പുള്ളിക്ക്. അവന്റെ ലിപ്സ്റ്റിക്കും ഒരു സാധനം വെച്ചിട്ടുണ്ട്. അടക്കട്ടെ അവനെ. പിടി അവനെ അടക്കട്ടെ. എടാ തന്തേ, അൺബോക്സിംഗ് അമ്പൂട്ടൻ. കൊച്ചിനെ അങ്ങനെ തള്ളിയിട്ട എന്ന് നിനക്കുണ്ട്. അപ്പൊ ഇനി പേടിച്ചേട്ടാ, ഇനി അതിന്റെ പുറത്ത് കയറത്തില്ലായിരിക്കും. പാക്കി പോവാ. ഇറങ്ങാം. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഇതിനെ ആദ്യം പറക്കി കേട്ട്.
അതിനാദ്യം ഇത് മതി. ഓട് കണ്ണം വഴി. ഇന്ന് എത്ര വട്ടം പാമ്പേഴ്സ് മാറ്റിടി? ഇത് ഒരുപാട് ഇന്നൊരു 5-6 വട്ടം മാറി അല്ലേ? വാ 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 പോവാം പോവാം. പാക്ക് അപ്പ്. ഗയ്സ് സമയം എത്രയായി? ബാക്കൊക്കെ ചെയ്ത് ഇറങ്ങിയപ്പോ ലേറ്റ് ആയി. 5 മണിയാവും നമ്മൾ എത്താൻ വേണ്ടി. 5-5:30 ആവും. കാറിൽ കയറി ഉടനെ അമ്മ ഉറങ്ങുവന്നേ. അതിന് ഏട്ടൻ കാറിൽ കയറി ഉടനെ അവര് പാട്ടും കിട്ടുകൊടുത്തു. പിന്നെ ഉറങ്ങുവോ? ഇവിടെ ഇറങ്ങി ഡാൻസ് കളിക്കാനൊക്കെ നോക്കി, പക്ഷെ വീട്ടിൽ കളിക്കുന്ന പോലെ കളിക്കാൻ പറ്റുന്നില്ല, കാരണം വണ്ടി അനങ്ങുമല്ലേ. എടാ ഉറങ്ങടാ, പാട്ടും കേട്ട് ഇങ്ങനെ ഇരിക്കുക. ഒരു ഉമ്മ കൊടുക്കാൻ പോലും സമ്മതിക്കത്തില്ല. ഉമ്മ വെക്കാനോ അവനെ സ്നേഹിക്കാനോ സമ്മതിക്കില്ല. ഞാൻ സത്യം പറഞ്ഞ എത്ര റീൽസ് കണ്ടിട്ടുണ്ടെന്ന് അറിയോ? ഓരോ അമ്മമാരൊക്കെ പിള്ളേരെ മടി കിടക്കുന്നത്, അപ്പൊ പിള്ളേരിങ്ങനെ തലയെ തടവുന്നത്. മടി കിടക്കുമ്പോൾ അടുത്ത ഓട്ടോയിൽ എനിക്ക് നല്ലൊരു കൊച്ചിന് വേണം. മടി കിടത്താൻ സമ്മതിക്കത്തില്ല, ഉമ്മ കൊടുക്കാൻ സമ്മതിക്കത്തില്ല, മടി കിടത്തത്തില്ല. ഇങ്ങനൊന്ന് പിടിച്ചാ പോലും ചില സമയം കുണം വരും. നമുക്ക് എടുത്തങ്ങ് മാറ്റി. നീ ആരടാ? നീ വീഡിയോ എടുക്കണ്ടാന്ന്. പിന്നെ പെട്ടെന്ന് പോവാൻ, ട്രാഫിക് കാണത്തില്ലല്ലോ. സുഖമാ, പെട്ടെന്ന് എത്തും. ഇപ്പൊ നമ്മള് പൊലിക്കോടെത്തി. പോലിക്കോടല്ല, പുലിക്കോട്. എന്നാ അത്ര ഉള്ളതില്ലല്ലോ, വണ്ടി നിർത്തും, ബോർഡ് നോക്കി വായിച്ചിട്ട് പോയാൽ. എടി പുലിക്കോട് എനിക്കറിയാം ഈ സ്ഥലം. ഇത് കൊട്ടാരക്കര എത്തുന്നതിന് മുമ്പുള്ള സ്ഥലമാണ് പുലിക്കോടൊക്കെ. ശരി ശരി, ഗുഡ് നൈറ്റ് പറയണം. ഹേ ഗൈസ്, വെൽക്കം ടു കാക്കനാട് കൊച്ചി. അപ്പോൾ നമ്മളിപ്പോ കാക്കനാട് അടുത്താണ് കേട്ടോ. നമ്മൾ റൂമൊക്കെ എടുത്ത് റൂമിൽ നിന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങിയാണ്. എൻ്റെ ലാപ്ടോപ്പ് കംപ്ലൈൻ്റ് ആയി ഗൈസ്. അപ്പോൾ ലാപ്ടോപ്പ് സർവീസ് സെൻ്റർ ഇവിടെ അടുത്താണ്, അതും കൂടി ഒന്ന് കൊണ്ടു കൊടുക്കണം. പിന്നെ നമുക്കിന്ന് വെഡ്ഡിങ്ങിന് എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് കൂടിയൊക്കെ വാങ്ങണം. മൃദുലെ അമ്പൂട്ടിന് എൻ്റെ കാറിലുണ്ട്. പക്ഷെ കാക്കനാട് അടുത്ത് ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളും ഉണ്ട്. കാരണം അങ്ങോട്ടൊക്കെ വയലാ. ഇത് ഏത് സ്ഥലം? ഇവിടെ എന്തായാലും 4 കിലോമീറ്റർ ഉള്ളു കാക്കനാട്. അങ്ങോട്ട് നോക്കിക്കേ, അല്ലാതെ എന്തുവാ വണ്ടർലാ. പോയാലോ? ഈ വട്ടം പോയി. അതിൽ അമ്പൂനെ പിടിക്കാൻ ആളില്ല. നമുക്ക് വലുതാൻ വണ്ടർലേപ്പാ. അമ്പൂന് മൈക്ക് കൊടുത്താൽ അമ്പു സംസാരിക്കും. ഭയങ്കര ജാടയപ്പോ. ഹലോ ഗായ്സ്. ഏട്ടാ എനിക്ക് മൈക്ക് അമ്പു നമ്മളോട് ഡെമോ മൈക്ക് വാങ്ങാൻ പോകട്ടോ. കാരണം മൈക്ക് ഉണ്ടെങ്കിൽ സംസാരിക്കൂ. ഇല്ല, അവൻ നമ്മൾ മൈക്കിന്റെ ബോക്സ് തുറക്കുമ്പോ അവൻ ഉടുപ്പ് ഇങ്ങനെ പിടിച്ചു കാണിക്കും. ഹലോ ഗായ്സ്. ഹലോ എറിയല്ലേ മക്കളെ, തോടാ. പിടിച്ചോ. നല്ല രസമുണ്ടാ. നല്ല കറക്റ്റ് ഫ്രണ്ടില് അടിപൊളി കേട്ടോ. സെറ്റ് ആയിരുന്നു. എടുത്ത ഒരാളുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പലപ്പോഴും നമ്മള് ഡാൻസ് പലരും കമന്റ് ഇടും, നിങ്ങളെ ഡാൻസ് ഭയങ്കരമായിട്ടും കുറവാണ്, ഇപ്പൊ ഡാൻസ് ഷൂട്ടിങ് കുറവാണ്. സംഭവം എന്ന് പറഞ്ഞാൽ അമ്പുനെ പിടിക്കാണല്ലോ. അതുകൊണ്ടാ നമ്മളൊരു ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തിട്ട് 2 പേരും കൂടി കളിച്ചിട്ട് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് കളിക്കേണ്ടി വന്നു. നമ്മള് പഠിക്കും, കൊറേ ഡാൻസ് പഠിച്ച് കൊറിയോഗ്രാഫി ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ കിടക്കുവായിരുന്നു. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ. നേരത്തെ നമ്മൾ ട്രൈപോഡ് പിന്നെ ഇതൊക്കെ വെച്ചിട്ടേ പിന്നെ വീഡിയോ കോളൊക്കെ ഓണാക്കി വെച്ചിട്ട് കളിക്കുമായിരുന്നു. ഇനി വെച്ചിട്ട് ആവണം. ഇല്ലെങ്കിൽ പിന്നെ അമ്മയൊക്കെ ഒന്ന് നിൽക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ അമ്മയ്ക്കും അവിടെ തിരക്കാണ്. അത് നമ്മള് പിന്നെ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അമ്മ ചെറിയ ചെറിയ രീതിയിൽ കുട്ടി ബിസിനസ് ഒക്കെ തുടങ്ങി. തമിഴ്നാട്ടിൽ നിന്ന് മെറ്റീരിയൽ ഒക്കെ എടുത്തോണ്ട് വന്ന് തയ്ച്ച് ഇല്ലേ, അമ്മയുടെ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അതുകൊണ്ട് അമ്മയും ബിസിയാണ്. എല്ലാരും ബിസിയാണ് ഗൈസ് അവരവരുടെ കാര്യങ്ങളിൽ ഇല്ലേ. അപ്പൊ അമ്മ തയ്ക്കുന്നു, ആ തയ്യലുണ്ട്. നമുക്ക് ഇടയ്ക്ക് പോവാ അങ്ങോട്ട്. പോയിട്ട് ഇവിടെ ചൂണ്ടയുടെ ആള് വരുന്നതാ. മീൻ കാണുമായിരിക്കും കേട്ടോ. അമ്പൂര് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടം കേട്ടോ ഗൈസ്. എന്റെ ലാപ്ടോപ്പ് കംപ്ലൈന്റ് ആണ്. സോ അത് അതിന്റെ മൗസ് പാഡ് കംപ്ലൈന്റ് ആയിട്ട് ഏതാണ്ട് 5-6 മാസമായി. അപ്പൊ ഇന്ന് അതൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ നോക്കണം. ഞാൻ സർവീസ് സെന്ററിൽ കൊടുത്തപ്പോൾ ഒരു ലാപ്ടോപ്പിന്റെ പകുതി വില പറഞ്ഞു ഗൈസ്. അതുകൊണ്ട് പിന്നെ അതൊന്നെ ഉപേക്ഷിച്ചു. നോർമൽ പുറത്തൊരു ഷോപ്പിൽ കൊടുത്തു വെക്കാം, എത്ര രൂപയാകുമെന്ന്. ശരിയാക്കാൻ പറ്റാതില്ലെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ശരിയാക്കാൻ നോക്കാം, മാക്സിമം നോക്കാം. അതിനിടയിൽ വെള്ളം ഇറങ്ങിയതാണോ എന്നൊരു സംശയമുണ്ട് മൗസ് പാഡിനകത്ത്. സംസാരിച്ചു. ഹലോ ഗായ്സ്.
ആയ് സന്തോഷം. എന്നൊക്കെ പറയുന്നത് അതൊന്ന് പാട്ടാ. നമുക്കറിയത്തില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറ. ഞാൻ വണ്ടി ഓടിക്കട്ടെ. കടയുമ്പോ കാര്യം പടയുമ്പോ നമുക്ക് കാര്യം പറയാം. ആ, നിങ്ങക്ക് സുഖമാണോ? ചോദ്യര് നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ വെച്ച് കാണാറുണ്ടോ? മൊത്തം പാടാ കേട്ടോ. അടിപൊളിയല്ലേ? നമ്മുടെ കാക്കനാട് സൈഡ് ഇങ്ങനത്തെ ഒരു സൈഡും ഉണ്ട് കേട്ടോ. അടിപൊളി കേട്ടോ. റോഡും സൂപ്പർ, നല്ലോണം സെറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ സൈഡിലുള്ള സൈഡ് ആ ഒരു വരി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നീ ശ്രദ്ധിച്ചോ, ഇവിടെ ഒന്നും വേസ്റ്റും ഇല്ല. നല്ല രീതി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വയലാണോ മേ ബി, അതുകൊണ്ട് കാര്യം വലിയ ബിൽഡിങ്ങുകൾ വരൂല. അതുപോലെ സാധാരണ ഈ റോഡ് സൈഡിലുള്ള ഇവിടെ ക്യാമറ ഉണ്ടേ, അതുകൊണ്ടല്ലേ? അതുകൊണ്ടാ കേട്ടോ, ക്യാമറ ഉണ്ട്. സാധാരണ ഈ റോഡ് സൈഡിലുള്ള വയലുകളിലൊക്കെ മൊത്തം വേസ്റ്റ് ഉണ്ടെന്നുള്ളൂ. സത്യം, അങ്ങനത്തെ ഒരു പ്രവണതയുണ്ട്. പക്ഷെ അവിടെ ക്യാമറ ഉണ്ട് കേട്ടോ. പിന്നെ ഏട്ടാ, ഇത്രയും ദൂരം നമ്മള് രാത്രി വന്നില്ലേ, ഒരു ക്ഷീണവും ഇല്ല. ഇല്ല, ഇന്നലെ നൈറ്റ് നമ്മള് വന്ന് നമ്മള് വരുന്ന വഴിക്ക് ഗൈസ് ചാർജ് കുത്തിയിട്ടിട്ട് ഞാൻ കിടന്നുറങ്ങി. ചാർജ് ഒരു അരമണിക്കൂർ കൊണ്ട് കേറി. പക്ഷെ ബാക്കി നമ്മളൊരു 3 മണിക്ക് വണ്ടി കുത്തിയിട്ടിട്ട് ഞാൻ പിന്നെ വണ്ടി എടുക്കുന്ന 6 മണിക്കാണ്. ഞാൻ സീറ്റൊക്കെ നല്ല റിക്ലൈൻ ആക്കി വെച്ചിട്ട് ബെഡ് പോലെ ആക്കി ഒന്നാക്കിയിട്ട് ഞാൻ സുഖമായിട്ട് കിടന്നു ഉറങ്ങി. ലോങ് ഡ്രൈവ് പോകുമ്പം ഉറക്കം വരുന്നുണ്ടെങ്കിൽ കിടന്ന് ഉറങ്ങുക, അതിൽ ഒരു ഇതുമില്ല. കാരണം നമ്മൾ ട്രിവാൻഡ്രം നിന്ന് ഇവിടം വരെ എത്തുമ്പം 230 കിലോമീറ്റർ ഉണ്ട്. ഒറ്റ സ്ട്രെച്ചിലൊക്കെ എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് രാത്രി പകലൊക്കെ ഓക്കെ, രാത്രി നമുക്ക് ഉറക്കം വരും. രാത്രി ഓടിക്കാനേ സുഖമാടാ, പക്ഷെ രാത്രി നമുക്കൊരു 2 മണി കഴിഞ്ഞാൽ നല്ല ഉറക്കം വരുവാടാ. പിന്നെ നമുക്ക് അതിൽ കൂടുതൽ ഉറക്കം കഴിഞ്ഞിട്ട് ഓടിക്കാൻ പറ്റത്തില്ല. ഒരു വട്ടം നമ്മൾ നിർത്തി കട്ടൻ കുടിച്ചു. ഒരു വട്ടം കട്ടൻ കുടിച്ചൊന്ന് ചാർജ് ആയി. മൈക്ക് തരൂ, മൈക്ക് തരൂ, മൈക്ക്. എന്തെങ്കിലും കൈവശം വെച്ചാൽ തരൂല. ലാപ്ടോപ്പ് കൊണ്ട് കൊടുത്തു. അടിപൊളി ചിക്കൻ ഫ്രൈ, ചിക്കൻ പക്കോട ആണോ, ഒരു കോട്ടിംഗ് ഉണ്ട് ഉള്ളിവട പോലെ. സെയിം തട്ടുകട വൈബ് കേട്ടോ. അല്ല, ഇത്രയും നല്ലൊരു ചിക്കൻ ഫ്രൈ കഴിച്ചിട്ട് കുറെ നാടാ. നല്ല ചെമ്പാവിൽ ചോറ്. കുറച്ച് മതിയാണോ? മതി. ചോറ് എന്തോ ഒരു പ്രത്യേകത, ഒട്ടിയിരിക്കുന്നില്ലേ? ഫിഷ് കറി. എടാ പരിപ്പല്ല കേട്ടോ, മീൻകറി, കുറച്ച് ചിക്കൻ കറിയും കൂടി സൈഡിൽ. ഇത് ചിക്കൻ, ഓക്കെ. കുറച്ച് മീൻ കറി സൈഡിൽ. ആ ഓക്കെ. അതിന് ചാറേ ഉള്ളൂ, കഷ്ണമൊന്നും ചോദിക്കരുത്. ആഹാ, ആദ്യം ചിക്കൻ കറി ടേസ്റ്റ് ചെയ്തോ ഗൈസ്. ചിക്കൻ കറി വലിയ രസമില്ല. ഈ മീൻകറി മീൻ ഇടാൻ ഉണ്ടാക്കുന്നതാണോ? ടേസ്റ്റ് ചെയ്ത് നോക്കിയോ? മീൻകറിയുടെ ഒരു ടേസ്റ്റേ ഇല്ല. അതല്ലേ അല്ലേ, മീനിന്റെ ഒരു ടേസ്റ്റേ ഇല്ല. ലൈസൻസ് ചോദിക്കുന്നു. ലൈസൻസും സീറ്റ് ബെൽറ്റ് ഒക്കെ എവിടെ? സീറ്റ് ബെൽറ്റ് എന്ത്? സീറ്റ് ബെൽറ്റ് ആദ്യം ഇടുക, എന്നിട്ട് ലൈസൻസ് കാണിക്ക്. പോലീസ് ഇവിടെ നിങ്ങളുടെ പോലീസ് നിൽക്കുന്നത്. ലൈസൻസും സീറ്റ് ബെൽറ്റും. ഫൈൻ അടിക്കട്ടെ? ഫൈൻ കൊടുക്ക്. അമ്മാതിരി തിരിയാതിരിക്കുന്നത് വന്ന് ഇനി സ്റ്റിയറിംഗ് അവന്റെ കയ്യിൽ വരും. കയ്യിൽ വരും. കൊടുക്ക. 6ാമത്തെ വയസ്സിലും വണ്ടി ഓടിക്കും. 6ാമത്തെ വയസ്സിൽ ഓടിക്കും തന്നെ. ഫൈന് അപ്പൊ അടുത്ത് ഫൈൻ വാങ്ങിച്ചാ? ഇപ്പൊ ഇടന്ന് ഫൈൻ വാങ്ങിച്ചാ? ഇങ്ങോട്ട് ഫൈൻ കൊടുക്ക. ആദ്യം വണ്ടി ഒതുക്ക്, സൈഡ് ഒതുക്ക്. വണ്ടി ആദ്യം സൈഡാക്ക്. വണ്ടി സൈഡാക്കായി. ഒന്ന് പോ മാമ. പോലീസുകാർ പറഞ്ഞാൽ കേക്കില്ലേ? വണ്ടി ഒന്ന് സൈഡാക്കണം. ഒരു ഡ്രൈവറെ കൊണ്ട് വയ്യാതെ നമ്മുടെ അടുത്ത് നിൽക്കുക.
എത്ര രൂപയായി? You guess. ഊണിനൊരു 150 ആയിരിക്കാം. 150, 150, 300. ചിക്കൻ ഫ്രൈക്ക് ഒരു 200, 300, 500, 550. പിന്നെ ഇത് അതുകൊണ്ടല്ലേ 550, 600 രൂപ. 600. എടാ നിന്റെ അയ്യോ, ചിക്കൻ ഫ്രൈക്ക് 270 രൂപ. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ 270 കേട്ടോ. കൂടെ 130 ഉള്ളു. നല്ലായിരുന്നു. പരിപ്പും പൈസ ഒന്നുമില്ലായിരുന്നു. ഫുള്ള് ഫിഷും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ പോവാം. ഇത് അമ്പുവിന്റെ വീടാണ്. ഈ വണ്ടിക്കകത്ത് അവന് ഭയങ്കര സ്വാതന്ത്ര്യം. എന്തും ചെയ്യാൻ ഇത്രയും നേരം ബാക്കിലൊക്കെ ഓടി കളിക്കുമായിരുന്നു. ഈ 2 മുട്ടായി വെച്ചു. ഫോർച്യൂണർ കയറി അവൻ അനങ്ങൂല. ഒരിടത്ത് അവിടെ കയറി. എടാ ഇതുകൊണ്ട് പാട്ടാണ്. ഒന്ന് കറങ്ങിയതാ, അവിടെ നിന്നൊന്ന് കറങ്ങിയതാ. കട്ടറുണ്ട്. നമ്മളിപ്പോ എവിടോട്ട് പോവാ? നമ്മള് ഒബ്രോൺ മാൾ. പക്ഷേ മാളിലൊക്കെ വരാൻ പറ്റിയ വേഷം. ഞാനോ അന്ന് എക്സ്പ്ലോർ ചെയ്യാൻ സമയം കിട്ടിയത്. പക്ഷെ നല്ല മാള് കേട്ടോ, അടിപൊളി മാള്. ഞാൻ ഫസ്റ്റ് ടൈം ഒബ്രോൺ മാളിൽ വരുന്നേ. പിന്നെ നമ്മള് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നേരെ പോവാ, കുളിക്കുക, ഒരുങ്ങുക, നേരെ റിസപ്ഷനിൽ പോവാ. ഈ ചെറുക്കൻ മഹാളമ്പായിരുന്നു. അപ്പൊ ഈ മിണ്ടരുത് ഇവിടെ. ഈ അവന്റെ ഒരു ഈ തിരിഞ്ഞോ.